നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷചക്രത്തിൽ രാജാവായ ആത്മപ്രഭാവകാരകനായ സൂര്യൻ്റെ കന്യരാശിയിലേക്കുള്ള ചാരവശാലുള്ള സഞ്ചാരത്തെ പറ്റിയാണ്. സൂര്യൻ 1200 ചിങ്ങമാസം 31-ാം തീയതി, അതായത് 2024 സെപ്റ്റംബർ 16-ാം തീയതി സോമവാരം തിങ്കളാഴ്ച രാത്രി 7:45 കന്യരാശിയിലേക്ക് പ്രവേശിക്കുന്നു. കഴിഞ്ഞ ഒരു മാസക്കാലം 31 ദിവസം സൂര്യൻ ചിങ്ങൻ രാശിയിലായിരുന്നു. പ്രഭാവകാരകനായ സൂര്യൻ മേടം മുതൽ 12 രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ശുഭാശുഭ ഫലങ്ങളെപ്പറ്റി സവിസ്തരം നാം പ്രതിപാദിച്ചു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ 12 വീഡിയോകൾ കണ്ടിരുന്നു. ഞാൻ സൂചിപ്പിച്ചു, പിതാവ്, ആത്മപ്രഭാവം, വ്യക്തിത്വം, രാജസേവ, രാജാവ്, കാര്യങ്ങൾ നിയന്ത്രിക്കുക, എപ്പോഴും അദമ്യമായ ഉത്സാഹം, അഹങ്കാരം, ഇതൊക്കെ സൂര്യൻ്റെ മുഖമുദ്രകളാകുന്നു. സൂര്യനും ചൊവ്വയും ശനിയും രാഹുവും കേതുവും ജ്യോതിഷത്തിൽ പാപഗ്രഹങ്ങളാകുന്നു. പക്ഷേ സാത്വികനെന്ന് ഹോരാചാര്യർ വിശേഷിപ്പിച്ച സാത്വിക സ്വഭാവമുള്ള ഗ്രഹം സൂര്യനാണ്. അതിനാൽ പല രീതിയിലും ചൊവ്വയേക്കാളും ശനിയേക്കാളും രാഹുവേക്കാളും കേതുവേക്കാളും സൂര്യൻ്റെ വ്യക്തിത്വത്തെ നിങ്ങൾ മനസ്സിലാക്കണം. നാം മേടം മുതൽ 12 രാശിക്കാർക്കുമുള്ള ചാരവശാൽ ഒരു മാസത്തേക്കുള്ള ശുഭാശുഭ ഫലങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ കന്നിമാസത്തിലെ വിശേഷങ്ങളും നിങ്ങൾ അറിയണം. കന്നിമാസം ദേവിയുടെ, മഹാലക്ഷ്മിയുടെ സങ്കേതമാകുന്ന രാശിയാകുന്നു. അതിൻ്റെ ചിഹ്നം തന്നെ തോണിയിൽ ഒരു കന്യക യുവതി സഞ്ചരിക്കുന്ന ചിത്രമാണ് കന്നിരാശിയുടെ ചിത്രം. കന്നിരാശിക്കാർക്ക് ഭാഗ്യാധിപനായ ഗ്രഹം ശുക്രനാകുന്നു. ആ ശുക്രനെ കൊണ്ടാണ് നാം ദേവിയെ ഒക്കെ ചിന്തിക്കുന്നത്. അതിനാൽ കന്നിരാശി സ്വതവേ തന്നെ ദൈവാംശമുള്ള, പ്രത്യേകിച്ച് ദേവി ചൈതന്യമുള്ള രാശിയാകുന്നു. ഈ കന്നിമാസത്തിൽ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ: 1, നീചസ്ഥിതിയിൽ നിൽക്കുന്ന ശുക്രൻ സെപ്റ്റംബർ 18-ാം തീയതി, കന്നി 2-ാം തീയതി സൂര്യൻ കന്നിയിൽ പ്രവേശിച്ച് പിറ്റേ ദിവസം തന്നെ സ്വന്തം മൂലക്ഷേത്രമായ തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട്. ശുക്രനാണ് ഭൗതിക സുഖത്തിൻ്റെ കാരകൻ. വിവാഹം, സൗഹൃദങ്ങൾ, വ്യാപാരങ്ങൾ, വാങ്ങലും കൊടുക്കലും കച്ചവടവും ഒക്കെ ശുക്രൻ്റെ ജോലിയാകുന്നു. ആ ശുക്രൻ ബലവാനായി സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. അതും 45 ഡിഗ്രി മൂലക്ഷേത്ര ബലവാനായി. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സെപ്റ്റംബർ 23-ാം തീയതി ബുധൻ സിംഹൻ രാശിയിൽ നിന്നും തൻ്റെ ഉച്ചക്ഷേത്രമായ കന്നിയിലേക്ക് പ്രവേശിക്കുന്നു. അതിനാൽ വിശേഷപ്പെട്ട 2 ഗ്രഹങ്ങളുടെ ട്രാൻസിറ്റ്, ചാരവശാലുള്ള മാറ്റങ്ങൾ കന്നിമാസത്തേക്ക് നടക്കുന്നു. പിന്നെ കന്നിരാശിയിലാണ് നാം ഏറ്റവും പ്രധാനപ്പെട്ട അഷ്ടമി, ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി, ഇതൊക്കെ വരുന്നത് കന്നിരാശിയിലാണ്. ആയുധപൂജ മുതൽ നമ്മുടെ കുരുന്നുകൾക്ക് വിദ്യാരംഭം കുറിക്കുന്ന ദിവസങ്ങളൊക്കെ തന്നെ കന്നിമാസത്തിൻ്റെ പ്രത്യേകതകളാകുന്നു. ഒക്ടോബർ 11, 12, 13 ദിനങ്ങൾ, അതായത് കന്നിമാസം 25, 26, 27 ദിവസങ്ങളിലാണ് ദുർഗാഷ്ടമിയും മഹാനവമിയും വിജയദശമിയും സംഭവിക്കുന്നത്. നിങ്ങൾക്കറിയാം, മൂകാംബിക മുതൽ ദേവി സരസ്വതി ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭത്തിന് കുരുന്നുകൾ പ്രവേശിക്കുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച നമുക്ക് കാണാവുന്നതാണ്. വിജയദശമിക്ക് നാം നക്ഷത്രങ്ങളൊന്നും നോക്കാറില്ല, പലപ്പോഴും മുഹൂർത്തങ്ങളും നോക്കാറില്ല. പക്ഷേ നിങ്ങൾക്ക് ഡോക്ടർ മാരാർജി സവിശേഷമായി ആ ദിനത്തിൻ്റെ പ്രത്യേകതയും കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ തന്നെ സവിസ്തരം പ്രതിപാദിക്കുന്നതാണ്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു തുലാം രാശി. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന രാശിയാണ്. ഇവിടെ തുലാം രാശിക്കാർക്ക് ഇന്ന് സൂര്യൻ 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. സൂര്യൻ ലാഭാധിപനാണ്. ലാഭം, തനിക്ക് ധനലാഭം തരേണ്ടുന്ന ഗ്രഹമാണ്. ദുർവ്യയം, അനാവശ്യമായ ചെലവുള്ള ദുർവ്യയം ചിന്തിക്കേണ്ടുന്ന, പാതിത്യം, വീഴ്ച ചിന്തിക്കേണ്ടുന്ന 12-ാം ഭാവത്തിൽ വന്ന് നിൽക്കുന്നു. പ്രത്യേകിച്ച് തുലാൻ രാശിക്കാർക്ക് ഈ ഒരു മാസം വളരെയധികം ശിവപ്രീതി ചെയ്തേ മതിയാവുകയുള്ളൂ. പൂളമാല, ജലധാര, മൃത്യുഞ്ജയ അർച്ചന ചെയ്യുക.
സൂര്യൻ പിതൃകാരകനാണ്. 12-ന് സൂര്യൻ നിൽക്കുമ്പോൾ അത് അച്ഛന് ദോഷമായിട്ട് വരും. അതിനാൽ അച്ഛൻ രോഗിയാവുകയാണെങ്കിൽ അച്ഛൻ്റെ പേരിൽ മൃത്യുഞ്ജയ ഹോമം ചെയ്യണം തുലാൻ രാശിക്കാർ. ഇന്ന് 12-ലാണ് സൂര്യൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു. പതിതസ്തുരിഭേ പാതിത്യം വരുമെന്നാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചമത്കാര ചിന്താമണിയിൽ രവിർദ്വാദശേ നേത്രദോഷം കരോതി, 12-ലെ സൂര്യൻ നേത്രസംബന്ധമായ രോഗങ്ങളെ ഉണ്ടാക്കും. പ്രത്യേകിച്ച് 12-ാം ഭാവം വാമം അമ്പകം ഇടത്തെ കണ്ണുമായി ബന്ധപ്പെടുന്ന ഭാവമാകുന്നു. അതിനാൽ നേത്രസംബന്ധമായ രോഗങ്ങൾ, പ്രത്യേകിച്ച് ഇടത്തെ കണ്ണിന് രോഗം വരുന്ന ഒരു മാസമായിരിക്കും ഇത്. വിപക്ഷാഹവേ ജായദേശോ ജയസ്ത്രീഹി, ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ താൻ വിജയിച്ച് മുന്നോട്ട് വരും എന്ന ഒരു ഫലം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും പതിതസ്തുരിഭേ വീഴ്ച വരുമെന്ന് പറയുമ്പോൾ ആ വീഴ്ചയിൽ പലപ്പോഴും ശുഭാശുഭ ഫലങ്ങൾ, ഉയർച്ചയും താഴ്ചയുമൊക്കെ സംഭവിക്കാം. ശ്രദ്ധിക്കുക. സ്ഥിതേഹേൽ ഇപ്സിയ ലീയതേ ദേഹദുഃഖം, തൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്, തൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി, അസ്തിത്വത്തിന് നിലനിൽപ്പിന് വേണ്ടി സുഖദുഃഖം നോക്കാതെ, മഴയും വെയിലും നോക്കാതെ വളരെയധികം അധ്വാനിക്കേണ്ടി വരും തുലാൻ രാശിക്കാർ. പിതൃവ്യാപത, സൂര്യൻ പിതൃകാരകനാണ്. അച്ഛൻ്റെ സഹോദരങ്ങൾക്കൊക്കെ രോഗമുണ്ടാകും. പരിഹാരവും ഞാൻ നിർദ്ദേശിച്ചു കഴിഞ്ഞു. ഹാനിഹി അധ്വപ്രദേശേ, വഴിയിൽ വെച്ചിട്ട് അപകടമുണ്ടാകുമെന്നൊരു ഫലമുണ്ട്. അസമയത്തുള്ള യാത്ര ഈ മാസം തുലാൻ രാശിക്കാർ ചെയ്യാതിരിക്കുക. വഴിയിൽ വെച്ചിട്ട് നിഷാദരാൽ അസമയത്തുള്ള ആളുകൾ പെട്ടെന്ന് നമ്മെ ആക്രമിക്കുക, നമ്മളെ പോക്കറ്റ് അടിക്കുക, വില കൂടിയ രേഖകൾ കൊണ്ടുപോകുക, സ്വർണമൊക്കെ മോഷ്ടിക്കുക, ഇതൊക്കെ സംഭവിക്കുന്ന സമയമാകുന്നു. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സജ്ജനങ്ങൾക്കായി ധാരാളം കാശ് ചെലവഴിക്കേണ്ടുന്ന സമയമാകുന്നു. അതിനാൽ ക്ഷേത്രങ്ങളിലൊക്കെ പോയി സജ്ജന പ്രീതി ചെയ്യുക. ദൈവങ്ങളെയും ഭക്തരെയും ഒക്കെ നമുക്കാവുന്ന രീതിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ നക്ഷത്രം വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ വഴിപാടുകൾ ചെയ്ത്, അന്നദാനാദി കർമ്മങ്ങൾ ചെയ്ത് ഈ ഒരു മാസത്തെ മനോഹരമാക്കി എടുക്കുവാൻ ശ്രമിക്കുക. പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ പരിഹാരവും ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഓം നമഃശിവായ എന്ന മന്ത്രവും ആദിത്യ ഹൃദയ മന്ത്രവും ഏറ്റവും അധികം 12 രാശികളിലും ഉപകരിക്കുക ഒന്ന് തുലാൻ രാശിക്കാർക്കായിരിക്കും. ആ ഒരു ചിന്തയോടുകൂടി ഈ മന്ത്രങ്ങളൊക്കെ ഭജിച്ച് ഈ മഹനീയമായ ഈ കന്നിമാസത്തെ കൂടുതൽ ജാഗ്രതയോടുകൂടി നന്നാക്കിയെടുക്കുവാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.